ആശയെല്ലാം പോയി മറഞ്ഞു നിരാശയാൽ മൂടിയപ്പോ, ആശയെല്ലാം പോയി മറഞ്ഞു നിരാശയാൽ മൂടിയപ്പോ, ധൈര്യം നൽകി വചനം നൽകി പ്രത്യാശ തന്നവനേ, ധൈര്യം നൽകി വചനം നൽകി പ്രത്യാശ തന്നവനേ, എന്നോടു ചെയ്തതാം നന്മകൾക്കായി എന്തു ഞാൻ പകരം തരും, എന്നോടു ചെയ്തതാം നന്മകൾക്കായി എന്തു ഞാൻ പകരം തരും, എന്നെയും എനിക്കുള്ള സർവത്തെയും യാഗമായി തന്നിടാമേ, എന്നെയും എനിക്കുള്ള സർവത്തെയും യാഗമായി തന്നിടാമേ. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിൻ ആരാധന, ആരാധന ആരാധന യാഹെന്ന ദൈവത്തിൻ. പ്രൈസ് ദി ലോർഡ്. ദി ഷെപ്പേർഡ് ഷാപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും യെശയ്യാ പ്രവചനം 30-26 വാക്യം വായിക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും, സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. നമുക്കറിയാം, ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല. സൂര്യന്റെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ചന്ദ്രന്റെ പ്രകാശം. അങ്ങനെ രാവും പകലും ഉണ്ടാകുന്നു. പകല് സൂര്യന്റെ പ്രകാശവും വൈകിട്ട് നമുക്ക് ചന്ദ്രന്റെ പ്രകാശം ലഭിക്കുന്നു. ഇവിടെ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ ജനം അവരുടെ കഷ്ടത, അവരുടെ പ്രയാസങ്ങൾ, അത് ഇരുൾമയമായ ഇരുട്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിലെ പ്രതികൂല അവസ്ഥയിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ്റെ അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും. അത് വെറുതെയുള്ള ഒരു ചന്ദ്രനല്ല, പൂർണ്ണതയുള്ളൊരു ചന്ദ്രൻ മാത്രമല്ല, സൂര്യൻ്റെ പ്രകാശം പോലെ ഉള്ള ഒരു ചന്ദ്രൻ. അങ്ങനെ ഒരു ചന്ദ്രൻ സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ സൂര്യൻ്റെ ശോഭ 7 ഇരട്ടിയാകണം. 7 പകലിൻ്റെ വെളിച്ചത്തിൽ സൂര്യൻ വരുമ്പോഴാണ് സൂര്യൻ്റെ ഒരു പ്രകാശം ചന്ദ്രനിൽ ലഭിക്കുവാനിടയായിത്തീരുന്നത്. അതുപോലെ സംഭവിക്കുവാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യം, വളരെ വ്യത്യസ്തമായ അത്ഭുതങ്ങളാൽ ഒരു ജീവിതം ദൈവജനത്തിന് ദൈവവചനം പ്രോമിസ് നൽകുകയാണ്. അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ, ദൈവം അവരിലെ പ്രസാദിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ എങ്ങനെ ഒരു ചന്ദ്രൻ സൂര്യൻ്റെ ശോഭയുള്ളതായി മാറുന്നു, അല്ലെങ്കിൽ സൂര്യൻ 7 ഇരട്ടിയായി ശോഭയുള്ളതായി മാറുന്നു, അതുപോലെ തൻ്റെ ജനത്തിൻ്റെ അവസ്ഥകളിൽ ഇറങ്ങി ദൈവം പ്രവർത്തിക്കും എന്നാണ് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സഭാപ്രസംഗിയിൽ ശലോമോൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 12-ാം അധ്യായത്തിൽ, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്ത് ജീവിക്കുക, അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദുർദിവസങ്ങൾ വരുമ്പോൾ, എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലത്ത്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഇരുണ്ടു പോവുകയും ചെയ്യുന്ന സമയത്ത് നിനക്ക് സഹായമായി നിന്റെ ദൈവം മാത്രമേ കാണുകയുള്ളൂ. കാരണം ഈ ഭൂമിയിലെ നിന്റെ നല്ല ജീവിതകാലത്ത് വേണ്ടുവോളം ആരോഗ്യവും വേണ്ടുവോളം പണവും സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ ഒരുപക്ഷെ നക്ഷത്രനും ചന്ദ്രനും സൂര്യനും ഒക്കെ ശോഭിക്കുന്ന പോലെ തോന്നാം. എന്നാൽ ഇതൊക്കെ അസ്തമിക്കുന്ന ഒരു സമയമുണ്ട്. എല്ലാറ്റിനും നീക്കം വരുന്നൊരു സമയമുണ്ട്. കാരണം ലോകത്തിലെ സകലതും മായയാണ്. അങ്ങനെ ഇതെല്ലാം മാറുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ പിടിച്ചു നിൽക്കണമെങ്കിൽ, നിന്റെ ജീവിതം എന്നും ധന്യമായി തീരണമെങ്കിൽ, എന്നും പ്രകാശപൂരിതമായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടാകണം, എൻ്റെ കൂടെ ഉണ്ടാകണം എന്നാണ് ദൈവവചനം അനുശാസിക്കുന്നത്. യെശയ്യാ പ്രവചനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിലെ ജീവിതത്തിൽ മുള്ളുകളുണ്ടാകാം, പറക്കാരകളുണ്ടാകാം. എന്നാൽ അതിനെയെല്ലാം കത്തി ചാമ്പലാക്കുവാൻ
നമ്മളിലുള്ള നമ്മുടെ കൂടെയുള്ള ദൈവശക്തിക്ക് ആ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അവൻ്റെ തീജ്വാലയായി ഇസ്രായേലിന് ചുറ്റും പരിപാലകനായി കൂടെയിരിക്കുമ്പോൾ അവൻ്റെ മുള്ളും പറക്കാരകളെല്ലാം കത്തിച്ചാമ്പലായി തീരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രകാശപൂരിതമായി തീരുവാനിടയായിത്തീരും. നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം, നമ്മളെ ഏൽപ്പിക്കാം. നമ്മളെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായി ദൈവികമായ പ്രസന്നത, പ്രകാശം, ആ ലൈറ്റ് നമ്മളിൽ കത്തുവാൻ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് ദൈവം നമ്മോട് പറയുന്നു. ആ വെളിച്ചമാകുന്ന ദൈവത്തിൽ നിന്നും പ്രകാശം ലഭിച്ച് നാം റിഫ്ലക്റ്റ് ചെയ്യുന്നവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം സഹായിക്കട്ടെ. ആ റിഫ്ലക്ഷൻ മൂലം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സാഹചര്യങ്ങളിലെ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കട്ടെ. നമുക്ക് ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ കാർമേഘ തുല്യമായ ഇരുണ്ടുകൂടി കിടക്കുന്ന എല്ലാ അവസ്ഥകളും മാറി ഇന്ന് പകൽക്കാലം പ്രകാശപൂരിതമായി തീരുവാൻ ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ തീജ്വാല നിന്റെ ജനത്തിന്റെ മധ്യേ പ്രകാശിക്കുമാറാകട്ടെ. നന്മയുള്ള നിറച്ചാട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ.